ഹലോ, നമസ്കാരം. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താ വെച്ചാൽ, രാവിലെ മറ്റൊരു കാറ് വന്ന് നിൽക്കണു വീടിൻ്റെ മുന്നിൽ. നമ്മുടെ വിക്രമത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു രണ്ട് മൂന്ന് ആണുങ്ങൾ ഒരു സ്ത്രീയും ഒക്കെ കൂടെ ഇറങ്ങി വരികയാണേ. ഒക്കെ നല്ല ടിക്ടോക്കിൽ നല്ല ഇതിലൊക്കെ വേഷം ഇട്ടുള്ള ആൾക്കാരനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവരൊരു കവറുണ്ട് അവരുടെ കയ്യിൽ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രീജ അങ്ങനെ ഉമ്മറൊക്കെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് അവർ ചൂല് ഇങ്ങനെ പിറകിൽ പിടിച്ചിട്ട് ഇറങ്ങിച്ചില്ല. അപ്പോൾ എന്താ ഇവിടുന്ന് ആരാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും മാഷില്ലേ എവിടെ എന്ന് നോക്കി, സുധാകരൻ മാഷില്ലേ. അപ്പോൾ ഉണ്ട് എന്നറിയും, ഞങ്ങൾ സുധാകരൻ മാഷിൻ്റെ സ്റ്റുഡൻസാണ്, ഞങ്ങളെയാണ് മാഷ് പഠിപ്പിച്ചതാണ്, ഞങ്ങൾ മാഷെ കാണാൻ വേണ്ടി വന്നതാണ് പറയുമ്പോൾ ആദ്യം ഒന്ന് കയറിയിരിക്കും, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രീജാഗത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അകത്ത് പോയിട്ട് പിന്നെ മാഷ് വരും, മാഷിൻ്റെ പിന്നാലെ കമല വരും, അതിൻ്റെ പിന്നാലെ ഓരോരുത്തരുടെ അംഗങ്ങൾ ഇറങ്ങി വരും. മരുമക്കൾ 3 ആളും ഉണ്ടാവും, വേദിയുണ്ട്, ശ്രീജയുണ്ട്, നന്ദിനിയൊക്കെ കൂടെ വരും. അപ്പോൾ മാഷ് പറയുമ്പോൾ ഇരിക്കൂ എന്നറിയും. അപ്പോൾ അറിയും ഇല്ല മാഷിൻ്റെ മുന്നിൽ ഇരിക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ല ഞങ്ങൾക്കറിയാം, അല്ല ഇരിക്കണോ എന്നറിയും. അപ്പോൾ ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ അങ്ങനെ ചോദിക്കും മാഷ്. അപ്പോൾ പറയും താൻ, അപ്പോൾ പെൺകുട്ടിയോടെ ചോദിക്കുക, താൻ ഗംഗയോ എന്താണെന്ന് തോന്നുന്നു പേര് പറയുന്നത്. അല്ലെങ്കിൽ അതേ പണ്ട് സ്കൂളിൽ ക്ലാസ്സിൽ പാട്ട് പാടിയ ഞാൻ പറഞ്ഞ പാട്ട് പാടിയതിന് സാറിനെ തല്ലിയിട്ടുണ്ട് അറിയും. പാട്ട് പാടിയതിനല്ല ഞാൻ തല്ലിയണത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് പാടിയതിനാണ് എന്നറിയും. പിന്നെ തന്നെ യുവജനോത്സവത്തിന് ഞാൻ തന്നെ പേര് പറയുകയും ചെയ്തിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സാറേ എന്നൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാഷ സംസാരിക്കുക. പിന്നെ ഒരു അടുത്ത ആളെ പരിചയപ്പെടുമ്പോൾ അയാൾ കളക്ടറാണ് നോർത്തിൽ. അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടാൻ, ഒരാൾ വേറെ എന്തോ ഇതിലാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവും മാഷ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും കമലാമ്മ ചായയൊക്കെ കൊടുന്ന് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത്. അപ്പോൾ അവരോടിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആ കൂടെ വന്ന ഗംഗ പറഞ്ഞ അവർ പറയുന്നുണ്ട്, ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ അന്ന് ഒരു ഡോക്ടർ മാഷ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടല്ലോ, എന്താ അയാളുടെ പേര് പറയുന്നുണ്ട്, അയാളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞത് മാഷയെ കണ്ടു എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച മാഷ ഒന്ന് വന്ന് കാണണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് 4 ആൾക്കും ലീവ് കിട്ടിയില്ല. അപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒന്ന് റെഡിയായി വന്നത്, അതാണ് ഞങ്ങൾ മാഷെ കാണാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ പറയും 4 ആളും വന്ന്. അപ്പോൾ ഇങ്ങനെ വേദ ഇതുപോലെ എന്തോ സംസാരിക്കുക. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നും ഇവരുടെ സംസാരം, മാഷയുടെ ഇതിങ്ങനെ മനസ്സിലാക്കുകയാണ് അവരൊക്കെ. അപ്പോൾ വേദ പറയും എന്താണ്, അപ്പോൾ ആ കുട്ടി പറയും എന്താണ് ഇങ്ങനെ, അപ്പോൾ മാഷ് അതുകൊണ്ട് വരണം, ഞങ്ങളുടെ പരിപാടിക്ക് വരണം, ഞങ്ങൾ ഡേറ്റൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്ത് മാഷോട് പറയാമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ ചോദിക്കും. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുകയാണ് വേദയെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് മാഷ് പറയില്ല. മാഷ് പറയുന്നതിന് മുന്നേ നമ്മളെ കമല ഇത് വിക്രമിൻ്റെ ഭാര്യയാണ് അറിയും, ഇത് വിക്രമിൻ്റെ, അത് മറ്റേ ശ്രീജ, അത് നന്ദിനിയൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. വിക്രമിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദിനിക്ക് അത്ര പിടിച്ചിട്ടില്ല, എന്നാലും പറയുന്നുണ്ട് കേട്ടോ, ഇത് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയും വിക്രമിൻ്റെ കല്യാണം കഴിഞ്ഞു വയ്ക്കുമ്പോൾ, ഓ വിക്രമിൻ്റെ അതൊക്കെ പെട്ടെന്നായിരുന്നു, അയ്യോ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ വിക്രം എന്ത് ചെയ്യണു, വലിയ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, ഞങ്ങളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിയിരുന്നു വിക്രം. അപ്പോൾ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു മാഷയുടെ മോനല്ലേ, അപ്പോൾ അതുകൊണ്ടാവും ഇത്രയും മാർക്ക് കിട്ടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ടായിരുന്നു. ആൾ ഇപ്പോൾ നല്ല ഉയർന്ന പൊസിഷനിലാവുമല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിക്രം ഉള്ളിൽ കടന്ന് നീച്ചിരിക്കുകയാണ്, ഉറങ്ങി നീച്ചിരിക്കുകയാണ്, പുറത്തേക്ക് വരില്ല, ഇവർ വന്നതുകൊണ്ട് ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പറയും പിന്നെ അവർ രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവനെ കൊച്ചാക്കിയിട്ട് ഇങ്ങനെ മാഷ് പറയൂ കേട്ടോ. അപ്പോൾ പറയും അതെയോ അത്രയ്ക്ക് വലിയ പൊസിഷനിലാണോ ചോദിക്കുമ്പോൾ എന്നും നൈറ്റ് ഡ്യൂട്ടി തന്നെയാണ്. അത് ശരി, എന്തിലാണ് വർക്ക് ചെയ്യുന്നത്, എവിടെയാണ്? അപ്പോൾ ഇവർ വേറെ ഏതോ ഉയർന്ന തസ്തികയിലാണ് നമ്മളുടെ വിക്രം ഇരിക്കണമെന്നുള്ളതിലാണ് ഇവന്മാർ പറയുന്നത്. മാഷ് ഇവനെ കൊച്ചാക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ വേദം എടുത്ത് വഴിക്കും അറിയും, അതെ ആൾ ഇത്തിരി പൊളിറ്റിക്സിലൊക്കെയാണ് ഇപ്പോൾ എന്നൊക്കെ പറയാം. അത് ശരി, പക്ഷേ അച്ഛനത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ഛൻ കളിയാക്കി പറയാന്നുള്ളൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും നമ്മുടെ വേദ. അപ്പോൾ പറയും അത് നന്നായി മാഷേ, എന്തായാലും മാഷ്ക്ക് പണ്ടേ ഈ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അറിയാം, എനിക്ക് മനസ്സിലായി എന്നൊക്കെ അവരിങ്ങനെ വന്നവരിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും അതെ, പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിക്രമിനെ കാണാമല്ലോ, ഒരു പൊളിറ്റിക്സ് ഉള്ള ആൾ നമ്മളെ കൂടെ ഉള്ളത് തന്നെ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ അവൾ അറിയോ അങ്ങനെ മാഷയുടെ മകനല്ലേ, ഒരിക്കലും വഴിവിട്ടുള്ള യാതൊരു ഇതുമില്ല. പിന്നെന്താ വെച്ചാൽ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തണമെന്ന് വിക്രമിന് ആഗ്രഹമില്ല, ജനസേവ അതാണ് മുഖ്യം, ആളുകൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അതെ എന്തും ചെയ്തു കൊടുക്കും അവൻ എന്നൊക്കെ ഇങ്ങനെ മാഷിങ്ങനെ
കളിയാക്കി പിന്നെയും പറയും കേട്ടോ. അപ്പോൾ വേദ എന്നിട്ട് അപ്പോൾ ഒന്നും മിണ്ടില്ല വേദ, കാരണം മാഷും വേദയും കൂടെ. അപ്പോൾ പിന്നെ അങ്ങനെ വേദ വിക്രമിന് വേണ്ടിയിട്ട് വിക്രമിൻ്റെ സൈഡ് പിടിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മളെ വിക്രമിനെ കണ്ണിലിങ്ങനെ കണ്ണുനീര് വന്നിങ്ങനെ ഇരിക്കുകയാണ്. കാരണം വിക്രമിനെ പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ്, അതായത് വിക്രമിൻ്റെ സൈഡ് പിടിച്ചിട്ടാണ് നമ്മുടെ വേദ സംസാരിക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാവാണ് വേദയുടെ ആ ഒരു വിലയും. അപ്പോൾ മാഷും പിന്നെ കുറച്ച് കഴിയുമ്പോൾ മിണ്ടാണ്ടേ കേട്ടോ. അപ്പോൾ എന്തായാലും വിക്രമുണ്ട് വിളിക്കണം, ഉറങ്ങുകയാണ്. വേണ്ട അയാൾ ഒരുപാട് തിരക്കുള്ള ആളല്ലേ, വേണ്ട വിളിക്കണ്ട, പിന്നെ കാണാം, ഉറങ്ങിക്കോട്ടെ, ജോലി തിരക്കുള്ള ആളല്ലേ എന്നൊക്കെ പറയാം. അവർക്ക് അപ്പോഴും മനസ്സിലാവില്ല കേട്ടോ, നമ്മുടെ വിക്രമിന് ഒരു ദൂരവും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ നടക്കണമെന്ന് അവർക്ക് അപ്പോഴും മനസ്സിലാവില്ലേ. അപ്പോൾ വേണ്ട, പിന്നെ കാണാം, എന്താ പറയുക, എന്തായാലും മാഷ് വരണം, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഇത് പരിപാടി സങ്കല്പിക്കുന്നുണ്ട്, മാഷില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇന്ന് ഈ നിലയിലെത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നും. ആൾ ഇത്തിരി സ്ട്രിക്റ്റ് ആണെങ്കിലും കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണല്ലോ. പിന്നെ വിശ്വത്തിൻ്റെയും വിനായകരുടെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും കുട്ടികൾക്ക് അന്വേഷിക്കുന്നുണ്ടൊക്കെ, എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവുമല്ലേ എന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുക. പക്ഷേ കുറേയൊക്കെ പാവം മിണ്ടാണ്ടിരിക്കുകയാണ്. പിന്നെ സ്റ്റുഡൻസ് ആണല്ലോ, ഒന്നും പറയാനും നിവർത്തിയില്ല. അങ്ങനെ അവരെല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ പിന്നെ നന്ദിനി അങ്ങോട്ട് കയറി വേദോട് ഇങ്ങോട്ട് ചൂടാവുകയാണ്. നന്ദിനി പറയും, നീ എന്താ വിചാരിച്ചത്, നീ അച്ഛനെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് കൊച്ചാക്കുകയാണെന്ന് നിൻ്റെ വിചാരം, നീ എന്താ വിചാരിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ എന്തിനാ വിക്രമിനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇപ്പോൾ അവർ മിണ്ടാണ്ട് പോയി, നാളെ വിക്രമിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനല്ലേ അവിടെ നാണം കെടുക പറയുമ്പോൾ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വേദ പറയുന്നുണ്ട്. എടുത്ത വഴിക്ക് മാഷ് പറയും, മിണ്ടാതിരിക്കുക അവിടെ എന്ന് പറയും. അതിൽ പിന്നെ നന്ദിനി മിണ്ടില്ല മാഷ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ പറയും, ശരി, എന്താണ് നീ തൽക്കാലത്തിലേക്കാണെങ്കിലും എന്നെ ഇപ്പോൾ വലിയൊരു നാണക്കേടെന്നാണ് രക്ഷപ്പെടുത്തിയതിന്, അതിന് നന്ദിയുണ്ട് കുട്ടി എന്നറിയും വേദയോട്. അപ്പോൾ പറയും, അപ്പോൾ വേദ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ കള്ളങ്ങൾക്ക് വേണ്ടി പരതേണ്ടി വരും. കാരണം എനിക്ക് അവരെ പറ്റി ഒന്നും പറയാനല്ല, നല്ലതൊന്നും പറയാനല്ല, അവനൊരു കൂലിത്തല്ലുകാരനാണെന്ന് എനിക്ക് അവരുടെ മുന്നിൽ പറയേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴും വിക്രം ബാബു ഇരുന്ന് കരയുകയാണ്. അത് കഴിഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് കയറിപ്പോവും. മാഷ് പോയിക്കുമ്പോൾ കമലോട് ചോദിക്കും, അമ്മേ ഞാൻ അതിനെന്തെങ്കിലും പറഞ്ഞോ, ഞാൻ ആർക്കും ദോഷമില്ലാത്ത രീതിയിലല്ലേ സംസാരിച്ചത് എന്ന് നമ്മളെ വേദ ചോദിക്കുമ്പോൾ അതെ മോള് പറഞ്ഞത് നന്നായേ ഉള്ളൂ, അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ നന്ദിനിക്ക് വെറുതെ അച്ഛനെ ഇൻസൾട്ട് ചെയ്ത പോലെ ആയിട്ടാണ് അവൾക്ക് തോന്നിയത്. ശ്രീജ ഒന്നും മിണ്ടൂല്ല കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ പറയുകയാണ്. അപ്പോൾ പറയും, മോള് തൽക്കാലമാണെങ്കിലും വിക്രമിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ മോൾക്കത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്തായാലും അത് നന്നായി അവരോട് അങ്ങനെ സംസാരിച്ചത്. അവരിപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ നിൽക്കില്ല, ഒക്കെ നാല് ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുക. കാരണം അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഈ ഒരു ക്രിമിനൽ ഇതിലേക്ക് വന്നത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ പൊസിഷനിലെത്തി, ഇങ്ങനെ ഇത്രയും താഴേക്ക് വന്നത് എന്തുകൊണ്ട് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. അത് ആർക്കും അറിയാത്തൊരു ചരിത്രമാണ് നമ്മുടെ വിക്രമിൻ്റെ. അതങ്ങനെ മാറിയിരിക്കുകയാണ്. അധികം വൈകാതെ ഇത് മറന്നീക്കി പുറത്ത് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഡിന്നർ കഴിക്കണേ രാത്രി. അപ്പോൾ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് മേശയുടെ മുകളിൽ, എല്ലാവരും ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് വെക്കുമ്പോൾ മാഷെ പോയി വിളിക്കുകയാണ്. വിശ്വം വരും, വിനായകൻ വരും, ഒക്കെ വരുമ്പോൾ മറ്റേ നമ്മുടെ എന്താണ് കമല പോയിട്ട് വിളിക്കുകയാണ് മറ്റേ മാഷെ. അപ്പോൾ മാഷ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക, കണ്ണ് നിറഞ്ഞ പോലെ. അപ്പോൾ പറയും, മാഷെ ആ കുട്ടി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ മാഷ്ക്ക് ഇത്ര വിഷമം എന്ന് വയ്ക്കുമ്പോൾ അതല്ല, ആ നേരം അവളത് പറഞ്ഞു, അത് ഓക്കെ. പിന്നെ പറയും, മാഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവനെ നന്നാക്കി കൊണ്ടുവരും, അവളെ രക്ഷപ്പെടുത്തും, അവൾ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. കാരണം ആ കുട്ടി അവന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന പോലെ പറയും. നീ എന്താ ഈ പറയുന്നത്, ആ കുട്ടിക്കും ഒരു നാണക്കേടുണ്ടാവും, ഇത്രയും വിദ്യാഭ്യാസം എന്നിരുന്നാലും ജില്ലാ ജഡ്ജിയുടെ മോളായിട്ടും എന്തിനിങ്ങനെ ഒരു ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങി വന്നു എന്ന് ആ കുട്ടിക്ക് പറയേണ്ടി വരില്ലേ. അതുകൊണ്ടാവും ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, ആ സാഹചര്യങ്ങളൊക്കെ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അവരൊക്കെ വിഡ്ഢി എന്ന് മാത്രമേ ഉള്ളൂ ആ കുട്ടിയെക്കുറിച്ച് പറയുക എന്നൊക്കെ പറയും. ഇപ്പോൾ യാതൊന്നുമല്ല മാഷേ, ആ കുട്ടി നല്ല മനസ്സോടു കൂടിയാണ് എല്ലാം ചെയ്യുന്നത്, നിനക്കറിയില്ല ആ കുട്ടിക്ക് വേറെ എന്തോ ഉദ്ദേശമുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും മാഷ് വരൂ, ഭക്ഷണം കഴിക്കാറുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട അറിയാം, എല്ലാവരും കാത്തിരിക്കണം, ആരും ഭക്ഷണം കഴിക്കില്ല, മാഷ് ചെല്ലാണ്ട് ആരും കഴിക്കില്ല എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ പറയും, അപ്പോൾ കാണപ്പോൾ നമ്മുടെ വിശ്വം വെട്ടി വിഴുങ്ങണം, മാഷ കാത്തൊന്നും നിൽക്കണില്ല. അങ്ങനെ പിന്നെയും ചെന്ന് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വിശ്വം പറയും, ഞങ്ങൾ കുറച്ച് നേരം കാത്തു, പിന്നെ വേഗം കഴിച്ചു. അതെങ്കിലും മുറക്കി നടക്കട്ടെ, അതെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്നറിയും മാഷ്. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മറ്റേ നമ്മുടെ ഈ കറണ്ടിൻ്റെ മീറ്ററിൻ്റെ അവിടെ ഇങ്ങനെ ഫ്യൂസിൻ്റെ അവിടെ ഒരു പൊട്ടലും കത്തലും ഒക്കെ കാണാം. അപ്പോൾ
അത് നമ്മൾ കറണ്ട് പോയി കഴിയുമ്പോൾ ഇതെന്താ ഇത് കറണ്ട് പോയത്, നീ ഇന്ന് ഫീസ് പൈസ കെട്ടാൻ പോയില്ലേ, ബില്ല് കെട്ടിയില്ലേക്കുമ്പോൾ ആ അത് കെട്ടിയെന്നറിയാം. അപ്പോൾ ശ്രീജ അങ്ങനെ നോക്കും, ദേഷ്യം പിടിച്ചിട്ട് മുഖത്തേക്ക്. അപ്പോൾ പറയും ആ അതൊക്കെ കെട്ടിയെന്നറിയും. പിന്നെന്താ കറണ്ട് പോയത് എന്നറിയും. മെഴുകുതിരി എവിടെയെന്ന് നോക്കുമ്പോൾ പറയും അച്ഛാ അമ്മേ ഞാൻ പോയി മെഴുകുതിരി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് ഈ കുട്ടി വേദ മെഴുകുതിരി എടുക്കാൻ പോവുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിക്രം വിശക്കണു അമ്മേന്ന് പറഞ്ഞ് ചോറ് താ അമ്മേന്ന് പറഞ്ഞ് കയറി വരുന്നുണ്ട്. ആ സമയത്ത് മാഷ് കഴിക്കുന്നിടത്തുനിന്ന് നീക്കുകയാണ്. കാരണം വിക്രമിനെ കാണുമ്പോൾ അമ്മ എനിക്കിപ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ പാവം അങ്ങോട്ട് തിരിച്ചു പോകുന്ന ഉമ്മർത്ത് കസേരയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ കഴിക്കുമ്പോൾ ഇതിനെ കഴിക്കാൻ മാഷ് കൂടെ കൂട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ കഴിക്കേണ്ട അവിടുന്ന് അങ്ങനെ പെട്ടെന്ന് അതുപോലെ തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വിക്രം തിരിച്ചു പോരുമ്പോൾ മാഷ് അവിടെ ഇരിക്കും. അതിന് ശേഷമാണ് ഈ കറണ്ട് പോക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മളെ വേദ മെഴുകുതിരി എടുത്തിട്ട് ഇങ്ങനെ 3-4 മെഴുകുതിരി കൈ പിടിച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് വരുമ്പോൾ നമ്മളെ വിക്രം ഇങ്ങനെ അവളെ മുഖത്തേക്കേ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടുന്നൊന്നുമില്ല, അങ്ങനെ മുഖത്ത് നോക്കുന്നു. വേദി ഒന്നും മിണ്ടുന്നില്ല വിക്രമിനോട്, മറ്റേത് കണ്ടു കഴിഞ്ഞാൽ അടിയാണല്ലോ. അപ്പോൾ ആ വേദി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ മെഴുകുതിരി ഓരോന്നും ഇങ്ങനെ കത്തിച്ച് വയ്ക്കുകയാണ്. കത്തിച്ച് വയ്ക്കുന്ന സമയത്ത് അറിയാം നമുക്ക് മാത്രമാണോ പോയത്, അത് എല്ലായിടത്തും പോയിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കുമ്പോൾ ഞാൻ നോക്കട്ടെ പറയുമ്പോൾ നന്ദിനി പോയിട്ട് പറയും അമ്മേ നമുക്ക് മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തും ഉണ്ട് എന്നറിയാം. അപ്പോൾ അതെന്താ അത് നമുക്ക് മാത്രമേ, അപ്പോൾ അപ്പോൾ മാഷർ വല്ല ഷോർട്ട് സർക്യൂട്ടോ ഒന്ന് നോക്കാം എന്നറിയാം. അപ്പോൾ വിഷം വേഗം ചാടി നീക്കുകയാണ്, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പൈസ അടച്ചിട്ടില്ല, പൈസ അങ്ങോട്ട് കടക്കാരൻ വന്ന് കൊണ്ടുപോയല്ലോ. പിന്നെ അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഫ്യൂസ് വരാൻ വരുമ്പോൾ ഇപ്പം കുറേ പറയും 2 ദിവസത്തിനുള്ളിൽ ഞാൻ കൊണ്ട് അടച്ചോളാം എന്ന് പറയുമ്പോൾ അതൊന്നും സമ്മതിക്കില്ല, കൈക്കൂലി കൊടുക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ഈ കൈക്കൂലി കൊടുക്കുന്ന സമയം ആ ബില്ലടച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബില്ലടയ്ക്കാൻ വെക്കുന്നില്ല. അങ്ങനെ ഫ്യൂസ് ഊരിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, വിക്രമിൻ്റെ റൂമിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു ചെമ്പ് കമ്പി എന്തോ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വിക്രസ് ചെയ്തിട്ട് തൽക്കാലം കറണ്ട് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തോ ആണെന്ന് പറയും. അപ്പോൾ അതാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ കറണ്ട് ബില്ല് ഇത് അടച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കറണ്ട് പോയത്. അങ്ങനെ എന്താ പറയുക അപ്പോഴേക്കും അത് തിരിച്ചു വന്നിട്ട് പറയാം പിന്നെ ഫ്യൂസ് പോയതാണ് വെച്ചാൽ പക്ഷേ ഇവിടെ അല്ല, പോസ്റ്റിലോ മറ്റോ പോയതാണ്, നമുക്ക് അവിടെ ഉണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ശ്രീജയ്ക്ക് ഒന്നും പറയാൻ നിവർത്തില്ല. ശ്രീജ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഈ സ്വഭാവം കൊണ്ടേ, ഒന്നും പറയാൻ നിവർത്തിയില്ല. അവിടുന്ന് പിന്നെ ചോറൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതിൽ അത് കഴിഞ്ഞ് ശ്രീജ കാണാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചുകൊണ്ടിരുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ശ്രീജയെ, നീ മെഴുകുതിരിയും കത്തിച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അറിയുമ്പോൾ അതുകൊണ്ട് ഊതുകയാണ്. പറയും നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, നാളെ ഇത് ഫ്യൂസ് കെട്ടിയിട്ടില്ല എന്നറിയുമ്പോൾ ഞാനും കൂടെ അതിൽ പെടില്ലേ, എന്തൊരു നാണക്കേടാണെന്നറിയോ, ഞാനും നിങ്ങൾക്ക് കൂട്ട് നിന്നില്ലേ എന്നൊക്കെ പറയും. ഇന്നത്തെ ഒരു കാര്യമുള്ളൂ, നാളെ എന്തെങ്കിലും ചെയ്യാം, നാളെ എന്ത് ചെയ്യാനാണ് ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്, നാളെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും കാശ് കടം വാങ്ങി വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും അയാൾക്ക് ഉത്തരമില്ല. കാരണം നാട് മുഴുവൻ കടമാണ്, ഇനി വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങുന്നില്ല, അതാണ് അയാളുടെ അവസ്ഥ. അങ്ങനെ പറയും ഞാൻ എന്ത് ചെയ്യും, ഞാനും കൂടെ നാളെ നാണം കെടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടം പറയുന്നത് ശ്രീജ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വേദയുടെ വീടാണ്. വേദയുടെ വീട്ടിലെല്ലാവരും ഇതുപോലെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല വർഷേനെ വയറ് കാണാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ആരൊക്കെയാണ് പോകണമെന്ന് പറയുമ്പോൾ ശങ്കരൻ അയാൾ പറയും, വേദയുടെ അച്ഛൻ പറയും ഞാനില്ല, എനിക്കന്ന് വേറെ പരിപാടി എന്നാൽ ഞങ്ങൾ 4 ആളും കൂടെ പോകാമെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും ശ്രീകാന്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇങ്ങനെ വയറാണാൻ പോണ ചടങ്ങിന് വരാൻ പറ്റില്ല പറയുമ്പോൾ പിന്നെ ദീപ്തി എടുത്ത വഴിക്ക് പറയും. അപ്പോൾ ഇങ്ങനെ ഒരാളുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടായത്, അച്ഛമ്മയെ അങ്ങോട്ട് കൊണ്ടുപോവാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുണ്ടത്തിരിക്കടി എന്ന് പറഞ്ഞിട്ട് അമ്മ ചീത്ത അറിയാലോ, അവളൊരു സത്യമല്ലേ പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ പറയും പിന്നെ എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ, അങ്ങനെ ചടങ്ങുകളുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ചടങ്ങുകളൊന്നും വേണ്ട, അങ്ങനെയുള്ളതൊന്നും ശരിയാവില്ല, അങ്ങനെ പിന്നെ ഈ ഉയർന്ന ആളുകളുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഒരു ആചാരങ്ങളൊക്കെയാണ്, ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശങ്കരനാരായണ ജഡ്ജി. അപ്പോൾ അവിടുന്ന് പറയും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഹോം അപ്ലയൻസസ് അല്ലേ സാധാരണ കൊണ്ടുപോകാറ്, നമുക്ക് അതൊന്നും കൊണ്ടുപോകണ്ട, നമുക്ക് പിന്നെ വർഷത്തേക്ക് ഒരു ഡയമണ്ട് നെക്ലസ് വാങ്ങി കൊണ്ട് പോകാം, അത് മതി അറിയും. അതാണല്ലോ നല്ലത്, എന്നാൽ അത് മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഫിക്സ് ചെയ്യട്ടോ, ഓക്കെ അത് മതി അറിയും. അപ്പോൾ ദീപ്തിയുടെ സജഷനാണ് ഇങ്ങനെ ഒരു ഡയമണ്ട് നെക്ലസ് വാങ്ങാൻ വേറൊന്നും കൊണ്ടുപോകണ്ട എന്നുള്ളത്. എന്നാലും പിന്നെ വേറൊരു കാര്യം എനിക്ക് എല്ലാവരും കൂടെ പറയേണ്ടതെന്ന് പറയാണ് മുത്തശ്ശിയമ്മ. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും
പറയും വർഷയ്ക്കും വേദയ്ക്കും വരണമെന്നുണ്ട് എന്ന് പറയും. അപ്പോൾ വേദയ്ക്കും വരണ്ടെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും വേദയൊന്നും വരണ്ട, അത് ശരിയാവില്ല. അത് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവൻ്റെ വർഷയുടെ അമ്മ ഒരുപാട് എന്തെങ്കിലുമൊക്കെ പറയും, അത് നാണക്കേടാണ്. അപ്പോൾ വേദയുടെ അമ്മ പറയും അത് വേണ്ട, പിന്നെ എന്താണ് അവളെ മറ്റുള്ളവർ കളിയാക്കുന്നത് എനിക്ക് സഹിക്കില്ല അറിയും. അപ്പോൾ ശ്രീകാന്ത് പറയാൻ അത് വേണ്ട, നമ്മളൊന്നും വേണ്ടാതെയാണല്ലോ പോയത്, ഇനിയിപ്പോൾ അവളെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ദീപ്തി അറിയാം എനിക്ക് പക്ഷേ വേദേശി വരുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇവള് പറയും, ദീപ്തി അറിയും. അപ്പോൾ ശ്രീകാന്ത് പറയും എനിക്കത് ഇഷ്ടമല്ല എന്ന് ശ്രീകാന്തും പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. അപ്പോൾ മറ്റേ വേദയുടെ അച്ഛനും പറയും എനിക്കും അതിനോട് വലിയ താല്പര്യമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചിരിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയും അല്ല, മുത്തശ്ശിയുടെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങോട്ടുള്ള വഴി വെട്ടി വരുന്നത് ഇങ്ങോട്ടന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറയും ഞാൻ എൻ്റെ ഉള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് ഇഷ്ടമല്ല അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ തീർത്ത് പറയുക. അപ്പോൾ പിന്നെ മുത്തശ്ശേറിയും വേദ വർഷം അവളുടെ എടുത്തിയല്ലേ എന്നറിയും, പിന്നെ അവളുടെ ഒരു എടുത്തില്ലേ അറിയുമ്പോൾ അത് അവളും കൂടെ ആലോചിക്കേണ്ടതായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിർത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ കഥ കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ എൻ്റെ രാധാസ്വാമി കിച്ചൺ കാണാത്തവരാണെങ്കിലൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും, ഒക്കെ ക്ഷമിക്കണം നിങ്ങൾ. അതുപോലെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ അതിൻ്റെ പ്രൊമോ കൂട്ടത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ് കാണാൻ, ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഒന്നും കൂടെ താങ്ക്സ്.